This is GB Sebastian. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ടാണ് നോക്കുന്നത്. ഈ അവസാനത്തെ പാർട്ട് 8ാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഗൾ എംപയർ ഇൻ ദ 17th സെഞ്ച്വറി ആൻഡ് ആഫ്റ്റർ. 17th സെഞ്ച്വറിയിലും അത് കഴിഞ്ഞിട്ടും മുഗൾ എംപയർ അതിൻ്റെ സ്ഥിതി എന്തായിരുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് മുഗൾ എംപയർ എന്നാണ്. ഇതിനു മുമ്പുള്ള 7 വീഡിയോകൾ കാണാത്തവർ അത് ആദ്യം കാണുക, അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ദ മുഗൾ എംപയർ ഇൻ ദ 17th സെഞ്ച്വറി ആൻഡ് ആഫ്റ്റർ. 17th സെഞ്ച്വറിയിലും അത് കഴിഞ്ഞിട്ടും മുഗൾ എംപയർ എങ്ങനെയായിരുന്നു. ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി എഫിഷ്യൻസി ഓഫ് ദ മുഗൾ എംപയർ ലെഡ് ടു എ ഗ്രേറ്റ് എക്കണോമിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ സമൃദ്ധി, എക്കണോമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട്, കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് പരമായിട്ട് അല്ലെങ്കിൽ കച്ചവടപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെ സമൃദ്ധം ആയിരുന്നു ആ മുഗൾ എംപയർ. എന്തുകൊണ്ടാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി എഫിഷ്യൻസി. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭരണപരമായ എഫിഷ്യൻസി, നല്ല ഭരണമായതുകൊണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി എഫിഷ്യൻസി, മിലിറ്ററിയും നല്ല മിലിറ്ററി ആയിരുന്നു, മിലിറ്ററി മാനേജ്മെൻറ്റ് നല്ലതായിരുന്നു. അതുകൊണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ മുഗൾ എംപയറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവും മിലിറ്ററി എഫിഷ്യൻസിയും ഒക്കെ ലെഡ് ടു, അതായത് അത് എന്തിന് കാരണമായി, റിസൾട്ടഡ് ഇൻ എക്കണോമിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോസ്പെരിറ്റി, സമൃദ്ധി ഉണ്ടായി. ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? International travelers described it as fabled land of wealth. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ ഡിസ്ക്രൈബ് ചെയ്ത് ഈ മുഗൾ എംപയറിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഫാബിൾഡ് ലാൻഡ് ഓഫ് വെൽത്ത്, എ ലാൻഡ് ഓഫ് വെൽത്ത്, സമൃദ്ധി അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ലാൻഡായിട്ട്, കരയായിട്ടാണ് ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് ഈ മുഗൾ എംപയറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വിവരിക്കുന്നത്, വർണ്ണിക്കുന്നത്. ബട്ട് ദീസ് സെയിം വിസിറ്റേഴ്സ് were also appalled at the state of poverty. appalled എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുന്നു. at the state of poverty that existed side by side with the greatest opulence. അതായത് അവർക്ക് ആശ്ചര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര സമ്പന്നരാണോ അതിന് സൈഡ് ബൈ സൈഡ് ഒരുപാട് പാവപ്പെട്ടവരും അല്ലെങ്കിൽ ദാരിദ്ര്യം, സ്റ്റേറ്റ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ സ്ഥിതിയും അവർ കാണാൻ പറ്റി. അതായത് ഒരുപാട് സമ്പത്തുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് എന്തുമുണ്ട്? പോവർട്ടിയുണ്ട്. അത് എന്താണ്, പാവപ്പെട്ടവരുണ്ട്, ക്ഷാമമുണ്ട്. ഇപ്പോൾ ദാറ്റ് എക്സിസ്റ്റഡ് സൈഡ് ബൈ സൈഡ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഓപ്പുലൻസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധി എന്നാണ് അർത്ഥം. അത്രയും സമൃദ്ധി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് എന്തുണ്ട്? പോവർട്ടി ഉണ്ട്. അപ്പോൾ ഈ റിച്ചും പുവറും തമ്മിലുള്ള ഭയങ്കരമായിട്ട് ഒരു ഡിഫറൻസ്, പൈസ ഉള്ളവർക്ക് നല്ല പൈസയും അതുപോലെ തന്നെ പാവപ്പെട്ടവർ വളരെ പാവപ്പെട്ടവരും, ആ ഒരു ഡിഫറൻസ് അവർക്ക് കാണാൻ പറ്റി. ദ ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമാനതയല്ല, ഈക്വൽ അല്ലാത്തതിനെയും ആ സ്റ്റേറ്റിനെ പറയുന്നത് ഈക്വൽ അല്ലാത്ത അവസ്ഥയാണ് പറയുന്നത് ഇനിക്വാലിറ്റി. ദി ഇനിക്വാലിറ്റീസ് വെർ ഗ്ലാരിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തമായി കാണാമായിരുന്നു. ഇനിക്വാലിറ്റി, ഈ റിച്ചും പുവറും തമ്മിലുള്ള ഇനിക്വാലിറ്റി ഒരുപാട് ക്ലിയർ ആയിരുന്നു, ഒരുപാട് എവിഡൻ്റ് ആയിരുന്നു. ഡോക്യുമെൻറ്റ്സ് ഫ്രം ദ 20th year of Shahjahan's reign inform us that the highest ranking mansabdars were only 445 in number out of the total 8,000. 8,000-ൽ നിന്ന് 8,000 മൻസബ്ദാറിലെ ഉള്ളതിലെ ഹയസ്റ്റ് റാങ്കിങ് മൻസബ്ദാർസ് എത്ര ഉണ്ടായിരുന്നു? ഓൺലി 445 ഉണ്ടായിരുന്നുള്ളൂ. 8,000 മൻസബ്ദാറിൽ നിന്ന് ഏറ്റവും നല്ല, അതായത് ഹയസ്റ്റ് റാങ്കുള്ള ആൾക്കാർ എത്രയുണ്ടായിരുന്നു? 445 പേരുണ്ടായിരുന്നുള്ളൂ. അത് ഡോക്യുമെൻറ്റ്സ് അതായത് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് ആരുടെ, എപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്? 20th year of ഷാജഹാൻസ് റെയിൻ,
ഷാജഹാൻ്റെ ഭരണകാലത്തെ 20ാമത്തെ വർഷമായപ്പോഴേക്കും അതെന്താണ് നമ്മളെ ഇൻഫോം ചെയ്യുന്നത്, അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ദ ഹയസ്റ്റ് റാങ്കിങ് മൻസബ്ദാർസ് വെർ ഓൺലി 445 445 ഉണ്ടായിരുന്നുള്ളൂ. 8445 പേർക്ക് ഹയസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദിസ് സ്മോൾ നമ്പർ, ഈ 445 എന്ന സ്മോൾ നമ്പർ ഓഫ് മൻസബ്ദാർസ് മിയർലി 5.6%. ഈ മൊത്തം മൻസബ്ദാർസിൻ്റെ, അതായത് 100% മൻസബ്ദാറിലെ ഒരു ചെറിയൊരു ഭാഗം 5.6% മാത്രമായിരുന്നു ആ 445 ഹൈ റാങ്കിങ് മൻസബ്ദാർസ്. അപ്പോൾ ദിസ് സ്മോൾ നമ്പർ only 5.6% of the total number of mansabdars received 61.5% of the total estimated revenue. അവരുടെ മൊത്തം എംപയറിലെ 61.5% ഓഫ് റവന്യൂ, മേജർ പാർട്ടും ഈ 5.6 പേരുടെ സാലറി ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ 5.6 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അത്രയും പെർസെൻറ്റേജ് ഉള്ള 445 പേരുടെ ആ ഹയസ്റ്റ് റാങ്ക് ആകുമ്പോൾ അവർക്ക് സാലറിയും കൂടും. അപ്പോൾ അവരുടെ സാലറി ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ മൊത്തം പൈസേൻ്റെ ഒരു മെജോറിറ്റി പാർട്ടും 61.5 പാർട്ടും ആർക്ക് പോയി? ഈ 5.6% ഉള്ള ഹയസ്റ്റ് റാങ്കിങ് മൻസബ്ദാസിന് പോയി. അപ്പോൾ ബാക്കി 8000 ബാക്കിയുള്ള ആൾക്കാർ 7000 സംതിങ് ആൾക്കാർക്ക് കിട്ടുന്നത് ഈ 61.5 ബാക്കി, അതായത് 38.5% അത്രയേ അവർക്കുള്ളൂ. മെജോറിറ്റി ആർക്ക് പോയി? ഈ ഹയസ്റ്റ് റാങ്കിങ് ഉള്ള ഇത്രയും കുറച്ച് പേരുള്ള ആൾക്കാർക്കാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി അല്ലെങ്കിൽ റവന്യൂ ഷെയർ ചെയ്തത് അവർക്കാണ് പോയിക്കൊണ്ടിരുന്നത്. Received 61.5% of the total estimated revenue of the empire as salaries for themselves and their troopers. അവരുടെ ട്രൂപ്പേഴ്സിനും അതുപോലെ തന്നെ അവർക്കുമായിട്ട് 61.5%. മെജോറിറ്റി ഈ കുറവ് പേരുള്ള ഈ 445 പേർക്ക് അത്രയും സാലറി പോയി, അത്രയും പൈസ അവർക്ക് പോയി. അപ്പോൾ ഇനി അടുത്തത് ദ മുഗൾ എംപറേഴ്സ് ആൻഡ് ദെയർ മൻസബ്ദാർസ് spent a great deal of their income on salaries and goods. അപ്പോൾ ഈ മൻസബ്ദാർസ് ഈ മുഗൾ എംപേഴ്സിൻ്റെ അതുപോലെ തന്നെ ഈ മൻസബ്ദാർസും അവർക്ക് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ അവർ എങ്ങനെയാണ് ചിലവാക്കിയത്? they spent a great deal of a majority of their income on salaries and goods. സാലറികളിലും ഇവർക്ക് കൊടുക്കേണ്ട സാലറികളോ അതുപോലെ തന്നെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിച്ചൊക്കെയാണ് അവർ ചിലവാക്കിയത്. ദിസ് എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റഡ് ദ ആർട്ടിസൻസ് ആൻഡ് പെസൻട്രി ഹു സപ്ലൈഡ് ദെം വിത്ത് ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസ്. അപ്പോൾ ഈ മുഗൾസിനെ അല്ലെങ്കിൽ അവരുടെ റൂളേഴ്സിന്, മൻസബ്ദാർസിനൊക്കെ എവിടെ നിന്നാണ് സാധനങ്ങൾ വന്നിരുന്നത്? നമ്മുടെ അഗ്രികൾച്ചറൽ പെസൻസിൽ നിന്നായിരുന്നു, കൃഷിക്കാരിൽ നിന്നാണ്. അതുപോലെ തന്നെ അവരുടെ ആർട്ടിസൻസ് ആണ് അവരുടെ ബിൽഡിംഗ് ഉണ്ടാക്കിയതും ചിത്രകലയും അങ്ങനെയുള്ള കരകൗശല വസ്തുക്കളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കരകൗശല വർക്കുകളെല്ലാം ചെയ്തിരുന്നത് ആർട്ടിസാൻസാണ്. അപ്പോൾ ഈ ആർട്ടിസാൻസിനും പെസൻട്രിക്കും അല്ലെങ്കിൽ ഈ കൃഷിക്കാർക്കൊക്കെ എന്ത് നല്ലതായി? ഇവരിൽ ഈ പൈസ ഉണ്ടായിരുന്നത് ഈ ആർട്ടിസാൻസിനും കൃഷിക്കാർക്കും അഗ്രികൾച്ചറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ലാഭമായി. എന്താണെന്ന് പറഞ്ഞാൽ അവർ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ജോലി കിട്ടുന്നു. ഈ ആർട്ടിസൻസിനും അതുപോലെ തന്നെ പെസൻസിനും ഒക്കെ ജോലി കിട്ടുന്നു. അപ്പോൾ അവർക്കൊക്കെ അവരുടെ സാധനങ്ങൾ ഇവർക്ക് വിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇൻകം കിട്ടുന്നു. അപ്പോൾ ദ എക്സ്പെൻഡിച്ചർ ബെനിഫിറ്റഡ് ആർട്ടിസൻസ് ആൻഡ് ദ പെസൻട്രി ഹു സപ്ലൈഡ് ദെം വിത്ത് ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസ്. ഗുഡ്സ് കൊടുത്തു, പ്രൊഡ്യൂസേഴ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അവർക്ക് വിൽക്കുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്നു, ഈ ആർട്ടിസൻസിനും അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ. ബട്ട് ദ സ്കെയിൽ ഓഫ് റവന്യൂ കളക്ഷൻ left very little for investment in the hands of the primary producers, the peasants and the artisans. ആർട്ടിസൻസും പെസൻസിനും ഇവർ സാധനം വാങ്ങുമ്പോൾ അവർക്ക് പൈസ കിട്ടും. പക്ഷേ അതേപോലെ തന്നെ മറ്റേ സൈഡിൽ അവർ ടാക്സ് ഈടാക്കുമായിരുന്നു ഇവരിൽ നിന്ന്. വലിയൊരു ടാക്സാണ് ഇവരിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ പൈസ കൊടുത്ത് ഇവരിൽ നിന്ന് സാധനം വാങ്ങുന്നു. പക്ഷേ ആ പൈസ ഇവരുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് സേവ് ചെയ്യാനോ പറ്റുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ടാക്സ് ആയിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം.
ആ മൻസബ് ദാസ് അല്ലെങ്കിൽ മുഗൾ എംപറേഴ്സ് അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അവർ തിരിച്ചു പോകുന്നു, ആ ടാക്സ് ആയിട്ട് പിന്നെയും തിരിച്ചു പോകുന്നു. അപ്പോൾ അവർക്ക് അധികമൊന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊന്നും അവരുടേതായിട്ട് സമ്പാദിക്കാനൊന്നും പറ്റുന്നില്ല. ബട്ട് ദ സ്കെയിൽ ഓഫ് റവന്യൂ കളക്ഷൻ, ഈ റവന്യൂ ഒരുപാട് അല്ലെങ്കിൽ ടാക്സ് അവർ ഒരുപാട് കളക്ട് ചെയ്യായിരുന്നു, ലെഫ്റ്റ് വെരി ലിറ്റിൽ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആയ ഇവരുടെ കയ്യിൽ വളരെ കുറച്ച് പൈസയെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അവർക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ടാക്സ് അടയ്ക്കണമായിരുന്നു. ആ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? പെസൻസ്, ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർ, ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ കരകൗശല ജോലി ചെയ്യുന്ന ആൾക്കാർ, വീടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അവർക്ക് ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ പൈസ കിട്ടിയാലും അത് ടാക്സ് ആയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം. The poorest among them lived from hand to mouth, and they could hardly consider investing in additional resources, tools and supplies to increase productivity. ഈ പൂവറസ്റ്റ് എമംഗ് ദം, അതിൽ ഈ ആർട്ടിസൻസിലും അതുപോലെ തന്നെ ഈ പെസൻസിലുള്ള പൂവറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് ഹാൻഡ് ടു മൗത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാം. അതായത് ജോലി ചെയ്താൽ മാത്രം അവർക്ക് വല്ലതും കഴിക്കാൻ പറ്റുള്ളൂ. അവരിൽ സേവിങ് ഒന്നുമില്ല, ഇന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കഴിക്കാം. അങ്ങനെയുള്ള അതിനെയാണ് പറയുന്നത് ഹാൻഡ് ടു മൗത്ത് എന്ന് പറയുന്നത്. അതായത് ജോലി ചെയ്യുക, കഴിക്കുക, അത്രമാത്രം അവർക്ക് പറ്റത്തുള്ളൂ. അവരുടെ ഒരു സേവിങ്ങും ഇല്ല. ദേ കുഡ് ഹാർഡ്ലി കൺസിഡർ ഇൻവെസ്റ്റിംഗ് ഇൻ അഡീഷണൽ റിസോഴ്സസ്. അവർക്ക് മറ്റുള്ളതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. സച്ച് ആസ് ടൂൾസ്, പല ടൂൾ വാങ്ങാനോ ഉപകരണങ്ങൾ വാങ്ങാനോ സപ്ലൈസ് വാങ്ങാനോ അത് വാങ്ങിക്കൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനോ അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനോ ഒന്നും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ടാക്സായിട്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അവർ ജോലി ചെയ്താൽ അവർക്ക് ഭക്ഷിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ദ വെൽത്തിയർ പെസൻട്രി എന്ന് പറഞ്ഞാൽ കൃഷിക്കാരിൽ നല്ല പൈസയുള്ള ആൾക്കാർ, ആൻഡ് ആർട്ടിസൻസ് ഗ്രൂപ്പ്, പൈസയുള്ള പെസൻസും ആർട്ടിസൻസും കരകൗശല ജോലിക്കാരെല്ലാം, ആൻഡ് ദ മെർച്ചൻസ് ആൻഡ് ദ ബാങ്കേഴ്സ് പ്രോഫിറ്റഡ് ഇൻ ദിസ് എക്കണോമിക് വേൾഡ്. അപ്പോൾ അതിൽ ബാങ്കർമാർക്കും മെർച്ചൻസ് കച്ചവടക്കാർക്കും അതുപോലെ തന്നെ പൈസയുള്ള കൃഷിക്കാർ അതുപോലെ തന്നെ പൈസയുള്ള ആർട്ടിസൻസ് അവർക്കെല്ലാം ബെനിഫിറ്റായിരുന്നു. ആ സമയം ആ എക്കണോമിക് വേൾഡ് അവർക്ക് കുറച്ച് ബെനിഫിഷ്യലായിരുന്നു. പക്ഷേ പാവപ്പെട്ടവർക്ക് തീരെ ബെനിഫിഷ്യൽ ആയിരുന്നില്ല. ദ എനോർമസ് വെൽത്ത് ആൻഡ് റിസോഴ്സസ് commanded by Mughal elite made them an extremely powerful group of people in the late 17th century. Late 17th centuries ഈ എനോർമസ് വെൽത്ത് ആൻഡ് റിസോഴ്സസ് ഈ മുഗൾ എംപയറിലെ പ്രമുഖരായ പ്രമാണിമാരുടെ ഈ എനോർമസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തും അവരുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ സമ്പത്തുകൾ commanded by Mughal elite made them an extremely powerful group of people. അവരെ വലിയൊരു എക്സ്ട്രീംലി പവർഫുൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്കി മാറ്റി. ഒരു നല്ല പവറുള്ള, ഇവരിൽ ഒരുപാട് സമ്പത്തുണ്ട്, അവർ പവർഫുൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ ലേറ്റ് 17th century. 17th centuryൻ്റെ അവസാനത്തോടെ ഇവരിൽ ഒരുപാട് പവർ ഉണ്ടായി, ഒരുപാട് പണം ഉണ്ടായി, അതുകൊണ്ട് അവർക്ക് പവർ ഉണ്ടായി. ആസ് ദ അതോറിറ്റി ഓഫ് ദ മുഗൾ എംപയർ സ്ലോലി ഡിക്ലൈൻഡ്. അപ്പം മുഗൾ എംപയറിനെക്കാട്ടിലും മുഗൾ സാമ്രാജ്യത്തിൻ്റെ റൂളേഴ്സിനെക്കാട്ടിലും എന്തുണ്ടായി, ഈ അതിൻ്റെ മുഗളിൻ്റെ താഴെയുള്ള അവർ താഴെയുള്ള പ്രമാണിമാരെ ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് അവർ ഒരുപാട് പണം ഉണ്ടാക്കി. അപ്പോൾ ഈ മുഗൾ എലൈറ്റ്സ് അല്ലെങ്കിൽ നോബിൾസിന് ഈ മുഗൾ റൂളേഴ്സിനെക്കാട്ടിലും ഒരുപാട് പണവും പ്രശസ്തിയും പവറൊക്കെ ഉണ്ടായി. അപ്പോൾ ദാറ്റ്സ് ദ അതോറിറ്റി ഓഫ് ദ മുഗൾ എംപയർ സ്ലോലി ഡിക്ലൈൻ. അപ്പോൾ മുഗൾ എംപയറിൻ്റെ അതോറിറ്റി, അവരുടെ പവറെല്ലാം മെല്ലെ താഴോട്ട് വന്നു. പക്ഷേ ഈ മുഗൾ എലൈറ്റ്സ് അല്ലെങ്കിൽ നോബിൾസ്, അവർ താഴെ ഉണ്ടായിരുന്ന താഴെയുള്ള ആൾക്കാരെല്ലാം അവരെല്ലാം പവർ കൂടി വന്നു. അവരെല്ലാം റിസോഴ്സസ് അല്ലെങ്കിൽ അവരുടെ പണം എല്ലാം കൂടി വന്നു പറയും. ഈ സെർവൻസ് എമേർജ്ഡ് ആസ് പവർഫുൾ സെൻറ്റേഴ്സ് ഓഫ് പവർ ഇൻ ദ റീജിയൻ. അപ്പോൾ ഈ മുഗൾ എംപയറിൻ്റെ താഴെ ഉണ്ടായിരുന്ന അവരുടെ സെർവൻസ് അല്ലെങ്കിൽ ആ എലൈറ്റ്സ് അല്ലെങ്കിൽ പ്രമാണിമാർ, ആ തലവന്മാർ, ദേ ബിക്കെയിം പവർഫുൾ സെൻറ്റേഴ്സ് ഓഫ് പവർ. അപ്പോൾ അവർ പവർഫുള്ളായി തുടങ്ങി. ആ റീജിയൻസിൻ്റെ അവരെവിടെയാണോ ഭരിച്ചിരുന്നത് ആ റീജിയൻസിൽ അവർ പവർഫുള്ളായി തുടങ്ങി. മുഗൾ എംപയറിനെക്കാട്ടിലും അവർ പവർഫുള്ളായി
വന്നു തുടങ്ങി. ദേ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ന്യൂ ഡൈനാസ്റ്റീസ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടേതായ പുതിയ ഡൈനാസ്റ്റികൾ, സാമ്രാജ്യങ്ങൾ തുടങ്ങി. ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി. ദേ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ന്യൂ ഡൈനാസ്റ്റി, പുതിയ പുതിയ ഡൈനാസ്റ്റികൾ അവരുണ്ടാക്കി. ആൻഡ് ഹെൽഡ് കമാൻഡ് ഓഫ് ദ പ്രോവിൻസസ് ലൈക്ക് ഹൈദരാബാദ് ആൻഡ് അവധ്. അവധ് എന്ന് പറയുന്നത് നമ്മുടെ യു പിയിലുള്ള ഒരു സ്ഥലമാണ്, ഹൈദരാബാദ് നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആ പ്രോവിൻസ് അല്ലെങ്കിൽ ആ സൂബ അല്ലെങ്കിൽ ആ ഏരിയയിൽ അവർ ലീഡറായി, അവർ റൂളറായി, അവരവരുടെ സാമ്രാജ്യം അവിടെ കെട്ടിപ്പടുത്തു. Although they continued to recognize the Mughal emperor in Delhi as their master. അവർ ഈ ഡൽഹിയിലുള്ള മുഗൾ എംപററിനെ അവരവരുടെ മാസ്റ്ററായിട്ട് അല്ലെങ്കിൽ അവരുടെ ലീഡറായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രോവിൻസിൽ അവർ തന്നെയാണ് രാജാവ്. അപ്പം although they recognize Mughal emperor in Delhi as their master, by 18th century ആയപ്പോഴേക്കും the provinces of the empire had consolidated their independent political identities. അപ്പോൾ ആ പ്രോവിൻസസിലുണ്ടായിരുന്ന, അപ്പോൾ ഹൈദരാബാദും അവധിലും അങ്ങനെയുള്ള ആ പ്രോവിൻസസ് ഭരിച്ചിരുന്ന ആൾക്കാർ അവർ അത് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ അവർ ഡൽഹിയിലെ മുഗൾ എംപററിനെ അവരുടെ മാസ്റ്ററായിട്ടും അവരുടെ ലീഡറായിട്ടൊക്കെ കണക്കായി. പക്ഷേ മെല്ലെ 18th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴേക്കും അവരുടെ തന്നെ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഉണ്ടാക്കി. ഇതെൻ്റെ രാജ്യം എന്നായി. മറ്റുള്ളവരാരെയും കീഴിലല്ല, ഇപ്പോൾ അവർ സ്വന്തമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റീസ് അവരുണ്ടാക്കി, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഉണ്ടാക്കി, അവരുടെ രാജ്യങ്ങളുണ്ടാക്കി, ഡൈനാസ്റ്റികളുണ്ടാക്കി. വി വിൽ റീഡ് മോർ അബൌട്ട് അദ്ദേഹം ഇൻ ചാപ്റ്റർ 10. അപ്പോൾ ഇവരെ കുറിച്ചിട്ട്, അത് കഴിഞ്ഞ് വന്ന ആൾക്കാരെക്കുറിച്ച് നമ്മൾ ചാപ്റ്റർ 10 ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരിതും കൂടിയുണ്ട്. ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നടന്ന ആ സമയത്ത് നടന്ന കാര്യങ്ങൾ, അതിന് പാരലായിട്ട് വേൾഡിൽ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കിങ്സ് ആൻഡ് ക്യൂൻസ് എന്ന ഒരു ചെറിയൊരു ടേബിൾ അല്ലെങ്കിൽ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. കിങ്സ് ആൻഡ് ക്യൂൻസ്, രാജാക്കന്മാരും രാജ്ഞിമാരും. ദർ വർ സെവറൽ ഗ്രേറ്റ് മൊണാർക്സ്. മൊണാർക്ക് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ. വളരെ ഒരുപാട് ഗ്രേറ്റ് രാജാക്കന്മാർ, ഗ്രേറ്റ് മൊണാർക്സ് ഉണ്ടായിരുന്നു. ഓൾ നിയർ കണ്ടംപററീസ് എന്ന് പറഞ്ഞാൽ അവരുടെ പാരലായിട്ട് തുല്യമായിട്ട് ഇവിടെ ഇന്ത്യയിൽ നടന്ന സമയത്ത് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്ന പല ഗ്രേറ്റ് ലീഡേഴ്സ്, ഗ്രേറ്റ് രാജാക്കന്മാർ, കിങ്സ് ഉണ്ടായിരുന്നു. ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ ദ 16th സെഞ്ച്വറിയിലും പല വേൾഡിൻ്റെ പല ഭാഗത്തും പല ഗ്രേറ്റ് ലീഡേഴ്സ്, ഗ്രേറ്റ് കിങ്സ് ഉണ്ടായിരുന്നു. ദീസ് ഇൻക്ലൂഡഡ് ദ റൂളർ ഓഫ് ഒട്ടോമൻ ടർക്കിയിലെ റൂളറായ സുൽത്താൻ സുലൈമാൻ ഒരു റൂളറായിരുന്നു. ഒട്ടോമൻ എംപയർ, ടർക്കിയിലെ ഒരു എംപയറാണ് ഒട്ടോമൻ എംപയർ. അതിൻ്റെ റൂളറാണ് സുൽത്താൻ സുലൈമാൻ. 1520 തൊട്ട് 1566 വരെ ഭരിച്ച ആളാണ്. ഡ്യൂറിങ് ഹിസ് റൂൾ ഒട്ടോമൻ സ്റ്റേറ്റ് എക്സ്പാൻഡഡ് ഇൻ ടു യൂറോപ്പ്. അപ്പോൾ ഈ ഒട്ടോമൻ എംപയർ ആ റൂളറിൻ്റെ സുൽത്താൻ സുലൈമാൻ്റെ ആ റൂളിൽ എക്സ്പാൻഡഡ് ടു യൂറോപ്പിലോട്ട് അവർ എംപയർ എക്സ്പാൻഡ് ചെയ്തു. സീസിങ് ഹംഗറി പിടിച്ചെടുത്തു. ബിസീജിങ് ഓസ്ട്രിയയിൽ ഉപരോധം ഏർപ്പെടുത്തി. ഹിസ് ആർമീസ് ഓൾസോ സീസ്ഡ് ബാഗ്ദാദ് ആൻഡ് ഇറാഖ്. ബാഗ്ദാദും ഇറാഖും പിടിച്ചെടുത്തു. മച്ച് ഓഫ് നോർത്ത് ആഫ്രിക്ക പിടിച്ചെടുത്തു. ഓൾ ദ വേ ഇൻ ടു മൊറോക്കോ പിടിച്ചെടുത്തു. അക്നോളജ്ഡ് ഒട്ടോമൻ അതോറിറ്റി. അങ്ങനെ എല്ലാവിടെയും ഒട്ടോമൻ അതോറിറ്റി അവർ അക്നോളജ് ചെയ്ത് സ്ഥാപിച്ചു. സുലൈമാൻ ഓൾസോ കൺസ്ട്രക്റ്റഡ് ഒട്ടോമൻ നേവൽ ഫോഴ്സ് കൺസ്ട്രക്ട് ചെയ്തു. ഒട്ടോമൻ നേവി കൺസ്ട്രക്ട് ചെയ്തു അല്ലെങ്കിൽ ഉണ്ടാക്കി, റീകൺസ്ട്രക്ട് ചെയ്തു. ഇറ്റ്സ് ഡിനോമിനേഷൻ ഓവർ ദ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ ബ്രോട്ട് ദ നേവി ഇൻ ടു കോമ്പറ്റീഷൻ വിത്ത് സ്പെയിനുമായിട്ടുള്ള ആൾക്കാരായിട്ട് ഈ നേവി കോമ്പീറ്റ് ചെയ്തു, യുദ്ധം ചെയ്തു. അല്ലെങ്കിൽ അവർക്ക് തുല്യമായിട്ട് നേവി വളർന്നു. ആൻഡ് ഇൻ ദ അറേബ്യൻ സീയിൽ ഇറ്റ് ചലഞ്ച്ഡ് ദ പോർച്ചുഗീസിനെ ചലഞ്ച് ചെയ്തു. ആൻഡ് ഇൻ ദ മൊണാർക്ക് വാസ് ഗിവൺ ദ ടൈറ്റിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് വ്യാപിച്ചു. നേവി ഉണ്ടാക്കി, ഒട്ടോമൻ നേവി റീകൺസ്ട്രക്ട് ചെയ്തു. മെഡിറ്ററേനിയനിലെ സീയിലൊക്കെയൊക്കെ ഇത് അവരെ നേവിൽ ഇൻഫ്ലുവൻസ്, ആധിപത്യം അങ്ങോട്ടൊക്കെ വ്യാപിച്ചു. സ്പെയിനുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്തു. അതുപോലെ തന്നെ അറേബ്യൻ സീയിൽ പോർച്ചുഗീസുകാരെ അവരുടെ നേവിയെ ചലഞ്ച് ചെയ്തു.
പിന്നെ അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ആയപ്പോൾ മൊനാർക്ക് വാസ് ആ രാജാവ് മൊനാർക്ക് വാസ് ഗിവൺ ദ ടൈറ്റിൽ ഓഫ് അൽ ഖനൂനി. ഖനൂനി എന്ന് പറഞ്ഞാൽ ലോ ഗിവർ എന്ന ടൈറ്റിൽ വരെ അവർക്ക് കിട്ടി. ബിക്കോസ് ഓഫ് ദ ലാർജ് നമ്പർ ഓഫ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ റൂൾസ്, പല റൂൾസ് അവരുണ്ടാക്കി. ആൻഡ് ആ റെഗുലേഷൻസ് പറയുന്നത് കാനൂൺ എന്നാണ്. കാനൂൺ എന്ന് പറഞ്ഞാൽ റെഗുലേഷൻസ് പാസ് ഡ്യൂറിങ് ഹിസ് റെയിൻ. അയാളുടെ ഭരണകാലത്ത് ഈ റൂളറിൻ്റെ ഭരണകാലത്ത് ഒരുപാട് റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഈ മൊണാർക്കിനെ, ഈ രാജാവായ ഒട്ടോമൻ എംപയറിൻ്റെ രാജാവായ സുലൈമാനെ അൽ ഖനൂനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ ലോ ഗിവർ എന്ന്. അതായത് ഇപ്പോൾ ഒരുപാട് ലോസ് ഉണ്ടാക്കി അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാക്കി, ഖനൂൻ ഉണ്ടാക്കി. These were aimed to standardize administrative procedures throughout expanding domains of the empire, and specifically to protect the peasantry from forced labor and extraordinary taxes. അപ്പോൾ ഇതെന്തിനാണ്? ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ത്രൂ ഔട്ട് ദ എക്സ്പാൻഡിങ് ഡൊമൈൻസ് ഓഫ് ദ എംപയർ മൊത്തം, ആ സാമ്രാജ്യം മൊത്തം ഒരേ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാനായിട്ടും നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഫോളോ ചെയ്യാനായിട്ടായിരുന്നു ഇങ്ങനെ കാനൂൺ അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാക്കിയത്. ആൻഡ് സ്പെസിഫിക്കലി ടു പ്രൊട്ടക്ട് ദ പെസൻട്രി. മെയിനായിട്ട് ഈ പെസൻട്രി അഗ്രികൾച്ചർ ചെയ്യുന്ന ഈ കൃഷിക്കാരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരുണ്ടാക്കിയതാണ്. ആൻഡ് അവരെ ഫോഴ്സ്ഡ് ലേബറിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ടാക്സസ്, ഒരുപാട് ടാക്സ് കൊടുക്കുന്നതൊക്കെ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാനൂൺ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ നോംസ് ഉണ്ടാക്കിയത്, ലോസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അയാളെ എന്തെന്നാ വിളിച്ചത്? അൽ ഖനൂനി എന്ന് വിളിച്ചു, എന്ന ടൈറ്റിൽ കൊടുത്തു. ലേറ്റർ ഇൻ ദ 17th century, when public order declined in Ottoman domains, ഒരു 17th century അവസാനമായപ്പോഴേക്കും ഒരു പബ്ലിക് ഓർഡർ എല്ലാം ഒട്ടോമൻ ഡൊമൈൻസിൽ, ഒട്ടോമൻ എംപയറിൽ ഡിക്ലൈൻ ചെയ്തു അല്ലെങ്കിൽ കുറഞ്ഞു. ദ റെയിൻ ഓഫ് സുലൈമാൻ ഖനൂനി വാസ് റിമെമ്പേർഡ് ആസ് എ പീരീഡ് ഓഫ് ഐഡിയൽ ഗവർണൻസ്. അപ്പോൾ ഈ സുലൈമാൻ ഖനൂനിൻ്റെ ആ ഒരു ടൈം, അയാൾ ഭരിച്ച ആ സമയത്ത് ഇപ്പോഴും എങ്ങനെയാണ് ഓർക്കുന്നത്? എ പീരീഡ് ഓഫ് ഐഡിയൽ ഗവർണൻസ്. നല്ലൊരു ഭരണത്തിൻ്റെ കാലഘട്ടമായിട്ട് ഓർക്കാൻ തുടങ്ങി. അതായത് അതുവരെ ആ ലേറ്റ് 17th century അല്ലെങ്കിൽ 17th century വരെ അത് കണ്ടിന്യൂ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അതൊരു ഓർമ്മ മാത്രമായി. അതെന്തായിട്ടാണ് ഓർക്കുന്നത്? പീരീഡ് ഓഫ് ഐഡിയൽ ഗവർണൻസ് ആയിട്ട് ഓർക്കുന്നു. ഫൈൻഡ് ഔട്ട് മോർ അബൌട്ട് അക്ബേഴ്സ് അതർ കണ്ടംപററീസ്. അക്ബറിൻ്റെ മറ്റുള്ള കണ്ടംപററീസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ഭരിച്ച റൂളേഴ്സിനെ കുറിച്ചാണ്. അതിനെയാണ് കണ്ടംപററീസ് എന്ന് പറഞ്ഞത്. ദ റൂളർ ഓഫ് ഇംഗ്ലണ്ടിലെ റൂളറായ ക്വീൻ എലിസബത്ത് റാജ്ഞി, അതായത് 1558 മുതൽ 1603 വരെ ഇംഗ്ലണ്ട് ഭരിച്ച ക്വീൻ എലിസബത്ത്, അതും ആ സമയത്താണ് ഭരിച്ചത്. പിന്നെ സഫാവിദ് റൂളർ ഓഫ് ഇറാനിലെ സഫാവിദ് ഡൈനാസ്റ്റിൻ്റെ റൂളറായ ഷാ അബ്ബാസ് അവരെക്കുറിച്ച് നോക്കാനൊക്കെ പറയുന്നത് 1588 മുതൽ 1629 വരെ സഫാവിദ് ഇറാനിലെ സഫാവിദ് റൂളർ ഷാ അബ്ബാസ് ആയിരുന്നു അവിടെ ഭരിച്ചത്. ആൻഡ് മോർ കോൺട്രവേഴ്ഷ്യൽ റഷ്യൻ റൂളർ ഉണ്ടായിരുന്നു, സാർ ഇവാൻ വെസിലിയേവിച്ച്, ഓൾസോ കോൾഡ് ഇവാൻ ദ ടെറിബിൾ എന്ന് വിളിക്കുന്ന ഈ വസിലിയേവിച്ച്, അതായത് 1530 മുതൽ 1584 വരെ ഭരിച്ച അയാളെക്കുറിച്ച് ഇവരെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നോക്കാനും പഠിക്കാനും ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ എൻഡ്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ മൊത്തം പാർട്ട് കാണുക. മെല്ലെ ഓരോ പാർട്ടും കുറേശ്ശെയായിട്ട് നമ്മൾ നോക്കിയത്. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. മനസ്സിലാവും തീർച്ചയായിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.